ഗംഗ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. പക്ഷെ നമ്മളെ കരയിച്ചിട്ടാണ് അവൾ പോയത്. ഇനി നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ല. ഈ പിഞ്ചു കുഞ്ഞിനെ വിട്ടിട്ട് പോകാൻ എങ്ങനെയാ ഈശ്വര അവൾക്ക് തോന്നിയത്? വർഷത്തിൽ 6 മാസം എൻ്റെ കൂടെ വന്ന് താമസിക്കണമെന്ന് വാശി പിടിച്ചിരുന്നു അവൾ. ഇപ്പം ഞാനിവിടെ എത്തി, അവളിവിടുന്ന് പോയി. കിസാൻ യൂണിയൻ സിന്ദാബാദ് സിന്ദാബാദ് കിസാൻ യൂണിയൻ സിന്ദാബാദ് സിന്ദാബാദ് കിസാൻ യൂണിയൻ സിന്ദാബാദ് സിന്ദാബാദ് കിസാൻ യൂണിയൻ സിന്ദാബാദ് സിന്ദാബാദ് കിസാൻ യൂണിയൻ സിന്ദാബാദ്. എന്താടാ വീട്ടിൽ വന്ന ആട്ടയിൽ കയറ്റിയപ്പോ സിനിമയ്ക്ക് പോകാനായിരിക്കും വിചാരിച്ചു ഇപ്പൊ നേരെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാം നിന്റെ പ്രേമം വരുത്തി വെച്ച വേന. എവിടെയാണ് നിന്റെ ഫ്രണ്ടിന് ഇവിടെ എത്തുന്നില്ല? നീ ഒന്ന് ക്ഷമിക്ക്, ഇപ്പൊ എത്തോടെ. വരണം സാർ വരണം. വെൽക്കം ടു ഡൽഹി. ഇതാണ് നിങ്ങൾ താമസിക്കാൻ പോകുന്ന വീട്. എത്ര രൂപ ചെലവായാലും വേണ്ടില്ല, ഞാൻ തരാം. കാരണം നിങ്ങളുടെ അച്ഛൻ അത്രമാത്രം എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്റെ അമ്മ. ചേട്ടൻ എന്താ മാധവ? അമ്മാവനൊന്നും തോന്നരുത്. ഇനി മുതൽ കുഞ്ഞ് എൻ്റെ കൂടെ കിടന്നോട്ടെ. കുഞ്ഞിൻ്റെ മുഖം കണ്ടാലേ എനിക്ക് ഗംഗയെ മറക്കാനാവൂ. സോറി മാഡം, സോറി. കിട്ടിയത് തന്നെ ഭാഗ്യം. ഓരോ തെരുവും തട്ടി വല്ലവൻ്റെ കൈയും കാലും പിടിച്ച് എമനയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ചു. അവൾ വീട്ടിലില്ല, ആഗ്രയിൽ ടൂറിന് പോയിരിക്കാം. ആഗ്രയിലോ? എന്തൊക്കെയുണ്ട് ജീവ സർ? സുഖം തന്നെയല്ലേ? കുറെ ദിവസമല്ലോ കണ്ടിട്ട്. സാറിന്റെ വിവാഹം കഴിഞ്ഞോ? ഹണിമൂണിന് വന്നതാ? ഭാര്യ എവിടെ? എവിടെ സാറിന്റെ ഫ്രണ്ട്? ചോദിച്ചോന്ന് പറയണേ. അച്ഛൻ ഇവിടെ വെയിറ്റ് ചെയ്യാ, സമയമായി. വരട്ടെ.
എന്നെ വേണ്ട, ഞാൻ കൊടുത്ത ഗിഫ്റ്റ് മാത്രം വേണോ അല്ലേ? അല്ല, എന്നെ വേണ്ട, ഞാൻ കൊടുത്ത ഗിഫ്റ്റ് മാത്രം വേണോ എന്ന് ചോദിക്കായിരുന്നു. യമനെ, ഞാൻ ഇതിനെ കൊണ്ടുപോകില്ല. ഇതിവിടെ ഈ റോഡിൽ കിടന്ന് ചാകും. श्रीमान 4 जेसीओस 88 ओवर परेड पर कंपनी बामूड चल വീട്ടിൽ പോകാമോ? എന്റെ വീട്ടിലേക്ക്. യമനെ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാലത്ത് ഇതിനെ ഇവിടെ കളഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ പോയി. ഇപ്പം രാത്രിയിലെ മഴയത്ത് നനഞ്ഞ് ഇതിനെ അന്വേഷിക്കുന്നല്ലോ. നീ എൻ്റെ മുഖത്ത് നോക്കി പറയാൻ എന്നെ ഇഷ്ടമല്ലാന്ന്. ഞാൻ മദ്രാസിൽ പൊയ്ക്കോളാം. നാളെ തന്നെ പൊയ്ക്കോളാം. ഇപ്പം പറയണം. എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ? കണ്ടോ, ഇപ്പോഴും നീ ഒന്നും മിണ്ടുന്നില്ല. സോ നിനക്കെന്നെ ഇഷ്ടമല്ലെന്നാണ് അർത്ഥം. ഞാൻ വരട്ടെ. പോകുമ്പോൾ തടയുന്നു. സോ നിനക്കെന്നെ ഇഷ്ടമാണെന്ന് കരുതിക്കോട്ടെ. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ. ഇഷ്ടമല്ലേ അമ്മനെ? ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു.